സോളോ സീസൺ 2 പാലക്കാട് സീരീസ്. സോളോ സീസൺ 2 ഞാനിപ്പോൾ ഇരിക്കുന്നത് അട്ടപ്പാടിയാണ്. സോ അട്ടപ്പാടിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്പോട്ട് വന്ന് ഞാൻ സീനറി കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ സൂപ്പർ വ്യൂ നമുക്ക് കിട്ടും. അതിനു വേണ്ടി ഞാൻ ടീമിൻ്റെ ഒപ്പം ഇവിടെ വന്നു. ആൻഡ് ഈ വിൻഡ് മില്ല് ഇവിടെ ഇരിക്കുന്ന ഈ ട്രീസൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എവിടെയോ കണ്ടപ്പോൾ ഉണ്ടാകും. കുറേ മലയാള സിനിമകൾ നിങ്ങൾ കണ്ടിരിക്കും. എക്സ്ക്ലൂസീവായി പറയും നിങ്ങൾ നമ്മളുടെ അയ്യപ്പനും കോശിയും ആ സിനിമയിൽ വരുന്ന സ്പോട്ടാണിത്. ഇവിടെയാണ് ആ പോലീസ് സ്റ്റേഷൻ സെറ്റപ്പ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ കാണാൻ വേണ്ടി ഞാൻ എക്സ്ക്ലൂസീവ് വന്നു. ബിക്കോസ് ഞാൻ ഒന്ന് അടുത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് പോകാൻ സമയമുണ്ട്. പോകുന്ന വഴിയിൽ ഇത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. സോ ഈ വ്യൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൂപ്പറായി കാണിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് വരൂ, പിന്നെ ഞാൻ സ്റ്റേക്ക് പോവാം. നമ്മളുടെ സ്റ്റേ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിലുള്ള കാസ ലൂസിയോ. ഈ പ്ലേസ് സൂപ്പറായ പ്ലേസ്. ഈ പ്ലേസ് ഞാൻ ബുക്ക് ചെയ്യാൻ കാരണം ഇവിടെ ഇരിക്കുന്ന ആ എൻവറോൺമെൻ്റ് ആണ്. സോ ഇത് വന്ന് നമ്മളുടെ കാഞ്ഞിരപ്പുഴ ഡാമിന് അടുത്തിരിക്കുന്ന ഒരു സൂപ്പർ റിസോർട്ടാണ്. ഈ റിസോർട്ട് വന്ന് ഫാമിലി ഫെറ്റ്സ് എല്ലാത്തിനും ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഒരു റിസോർട്ടാണ്. സെപ്പറേറ്റ് ഹോംസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന വ്യൂസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സും അടിപൊളിയുണ്ട്. സോ ഇതാ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഡാംസൊക്കെ വന്ന് അടുത്ത് കാണും. അപ്പോൾ ഇത് വന്ന് നല്ലൊരു ചിൽ ചാൻസ് സൂപ്പറായ ഒരു സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ തേടി ഇങ്ങനെ ഒരു പ്ലേസ് ഞാൻ വന്ന് ഫൈൻഡ് ചെയ്തത്. ആൻഡ് ഇവിടെ വന്ന് വൈൽഡ് അനിമൽസ് ഒക്കെ നിങ്ങൾ വന്ന് കാണാൻ പറ്റും. ഈ റിസോർട്ടിനുള്ളിലില്ല, ഇവിടെ നിന്ന് അടുത്ത് നമുക്ക് നിന്ന് എല്ലാം കാണാൻ പറ്റും. സോ ഈ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഡാമിൻ്റെ വ്യൂ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ വന്ന് നമുക്ക് വൈഫൈ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് വന്ന് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടല്ലോ. സോ ഇപ്പോൾ ഞാൻ കാണുന്ന ഈ വ്യൂവിലിരുന്ന് നമുക്ക് കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ പറ്റും. ആൻഡ് ആ ഡാമിൽ പോയി ഫിഷിംഗ് ചെയ്യാൻ പറ്റും. അത് ഈ റിസോർട്ടിലെ എക്സ്ക്ലൂസീവ് നമുക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഞാൻ പോയി ഫിഷിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ കാഞ്ഞിരപ്പുഴ ഡാമിൽ റെഡിയാണോ? വരും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാം. ഐ ലവ് കാഞ്ഞിരപ്പുഴ എന്ന വാക്ക് കാണുമ്പോൾ സൂപ്പർ ഉണ്ടല്ലേ. ഈ ഡാമിനുള്ളിൽ പോയി തന്നെ നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഫിഷിംഗ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡി ആയിരിക്കും. ആൻഡ് ഇവിടെ കാഞ്ഞിരപ്പുഴ ഡാമിൽ എന്തൊക്കെ ഉണ്ട്, എവിടെയാണ് ഈ വെള്ളമൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടന്മാരുടെ അടുത്ത് നമ്മൾ പോയി ചോദിക്കാം. സോ ഇവിടെയാണ്, ഈ സ്പോട്ടിലാണ് നമ്മൾ പോയി ഫിഷിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. നല്ല അടിപൊളി സ്പോട്ടല്ലേ. സോ ഞാനിപ്പോൾ ഇരിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിലാണ്. സോ ഞാൻ ഇപ്പോൾ ഫിഷിംഗ് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കൂടെ 2 ചേട്ടന്മാരുണ്ട്. ഏട്ടാ, നിങ്ങളുടെ പേര്? സുനിൽ. ഏട്ടാ, നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ ഫിഷിംഗ് ചെയ്യുന്നുണ്ട്? 20 വർഷമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഡാമിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത് എന്താ ഡാം? ഇത് എവിടെ നിന്ന് വരുന്ന വാട്ടർ? കാഞ്ഞിരപ്പുഴ ഡാം. ഇത് വെള്ളം വരുന്നത് പിന്നെ പാലക്കയം, പിന്നെ ഇരുമ്പോച്ചോല, 2 പുഴകൾ. 2 പുഴകൾ. പ്രത്യേകിച്ച് ഇവിടെ വന്ന് എന്തൊക്കെ സ്പെഷ്യലായിട്ടുണ്ട്? സ്പെഷ്യലായിട്ട് റിസോർട്ടുകൾ, പാർക്ക് എല്ലാം ഉണ്ട്. പാർക്കുകൾ. ഈ ഡാമിനെ കിട്ടിയ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഈ ഡാമിൽ ഇതൊക്കെ ഉണ്ടെന്ന്? ഇവിടെ കാണാൻ ഒരുപാട് ഏരിയകളുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. എല്ലായിടത്തും അടിപൊളി ആയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ലൂക്ക കാശിയാൽ വരുന്നപ്പോൾ അവർ വന്ന് സജസ്റ്റ് ചെയ്തതാണ്. സോ ഇവിടെ താമസം നിങ്ങൾ വന്നിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചോദിക്കാം. ഏട്ടാ, ഇവിടെ വന്ന് 3 ഐലാൻഡൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടു. പിന്നെ ഇതിൽ വന്ന് കുറേ ട്രീസും മണ്ണും ഒക്കെ, അതുപറ്റി എന്തെങ്കിലും പറയും? ഇവിടെ 3 ഐലൻഡ് ഉണ്ട്. 3 ആ ഭാഗത്ത് കൂടെയാണ്. ഒന്നിത്, ഒന്നതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ നല്ല മണ്ണാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്ത് മീനൊക്കെ കിട്ടും? ഇവിടെ വലിയ മീൻ വളർത്തായിട്ട് കട്ട്ള, റോഹു, സിലോപ്പിയ, സൈപ്രൻസ് ഇതൊക്കെ, പിന്നെ പരൽ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട്. ആറിൽ മഞ്ഞൾ. സോ നിങ്ങൾ വന്ന് മോർണിംഗ് വന്ന് എത്ര മണിക്ക് തുടങ്ങി എത്ര മണിക്ക് നിങ്ങൾ ഫിനിഷിങ് ചെയ്യും ഫിഷിംഗ് ഒക്കെ? ഞങ്ങൾ രാവിലെ 3 മണിയാകുമ്പോൾ ഇറങ്ങും. ഒരു 7 മണിയാകുമ്പോഴേക്കും ഞാൻ പരിപാടി തീരും. അപ്പോൾ ഡെയിലി എത്ര ഫിഷ് നിങ്ങൾ എടുക്കും? അത് വലട്ട് കിട്ടുന്ന അനുസരിച്ചുണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് മോർണിംഗ് ഡെയിലി ഇതാണ് പണിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഈ ചേട്ടന്മാർ ഫിഷിംഗ് ചെയ്ത് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഖവാൻ
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വാട്ടർ കുറവായിരിക്കുമ്പോൾ ഈ മോൺസൂൺ സീസണിൽ ഇതൊക്കെ വന്ന് ഫുള്ളായിട്ട് വന്ന് വാട്ടർ ഉണ്ടാകും, ഉള്ളിലേ പോകാൻ പറ്റില്ല. സോ നമ്മൾ പോയി ഫിഷിങ് ചെയ്യാൻ വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു സൂപ്പറായ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് സൂപ്പറായി ഉണ്ടായിരുന്നു. ഈ ഫിഷിംഗ് ചെയ്ത ഫിഷൊക്കെ നമ്മൾ വന്ന് ഇന്ന് രാത്രി വന്ന് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിനു വേണ്ടിയാണ് ഞാൻ ഫിഷിംഗ് ചെയ്യാൻ വന്നത്. അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് അടിപൊളിയായ ഒരു സ്പോട്ടിൽ പോകാൻ പോകുന്നുണ്ട്. അവിടെ പോയി നോക്കാം. സോലോ സീസൺ 2 പാലക്കാട് സീരീസ്. അടിപൊളി വെയിൽ. സോ പാലക്കാട് സീരീസിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷ് പാളം എന്ന് പറയുന്ന പോലെ. ഇതും ഒരു ബ്രിട്ടീഷ് പാളമാണ്. നമ്മൾ രാത്രി വ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വ്യൂ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മോർണിംഗിൽ തന്നെ വന്നു. സോ ഇപ്പോൾ ഈ ബ്രിഡ്ജിൽ വന്ന് വാട്ടർ കുറവായിട്ടുണ്ട്. പക്ഷേ മോൺസൂണിൽ അടിപൊളിയായിട്ടായിരിക്കും. ഇത് ഞാൻ പോയപ്പോൾ സമ്മർ കാരണം ഇല്ല, വാട്ടറേ ഇല്ല. പക്ഷേ ഈ ബ്രിഡ്ജ് എന്താണെന്നൊക്കെ ഞാൻ പറയാം, കേട്ടോളൂ. മക്കളിനും മാതാപിതാക്കളും നടുവിലിരിക്കുന്നത് സ്നേഹം എന്ന് പറഞ്ഞ ബ്രിഡ്ജാണ്. സ്കൂൾ സ്റ്റുഡൻസും ടീച്ചേഴ്സിനും നടുവിലിരിക്കുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ബ്രിഡ്ജാണ്. ആക്ടേഴ്സിനും ഫാൻസിനും നടുവിലിരിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞ ബ്രിഡ്ജാണ്. നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇത്ര ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത്? ബിക്കോസ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ബ്രിട്ടീഷ് ബ്രിഡ്ജാണ്. നമ്മളുടെ പാലക്കാട്ടിൽ വളരെ ഫേമസ് ആയ ബ്രിട്ടീഷ് ബ്രിഡ്ജാണിത്. ബ്രിട്ടീഷ് ബ്രിഡ്ജിന് ബ്രിട്ടീഷ് പാളം എന്ന് പറയും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജ് വന്ന് 1941 വന്നിട്ട് കെട്ടിയതാണ്. ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജ് ആർ കെട്ടിയതെന്ന് വെച്ചാൽ നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നിങ്ങളത് കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. സിനിമകളിൽ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ കുറേ അറിഞ്ഞിട്ടുണ്ടാകും. ആൻഡ് ഇത് എന്തിനാണ് കെട്ടിയതെന്ന് വെച്ചാൽ നമ്മളുടെ ഭാരതപ്പുഴ ഇവിടെയാണ് വന്ന് എല്ലാ പാലക്കാട് ഫുള്ളായി പോകുന്നതിന് വേണ്ടി കെട്ടിയ ബ്രിഡ്ജാണിത്. ഇതിൽ ക്യാനലൊക്കെ ഉണ്ടാവും, അതുവഴിയാ എല്ലായിടത്തും പോകും. പിന്നെ ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ 7 ഫീറ്റാണ്. ഭാരതപ്പുഴ വെള്ളം ഇപ്പോൾ ഉള്ളിലില്ല, പക്ഷേ ഉണ്ടായിരുന്നപ്പോൾ ഇത് സൂപ്പറായി ഉണ്ടാകും. ബിക്കോസ് ഫുൾ ആൻഡ് ഫുൾ കളർഫുള്ളായ ബ്രിഡ്ജാണ്. സോ ഈ ഭാരതപ്പുഴയിൽ വരുന്ന വാട്ടർ പിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ ബ്രിഡ്ജ് വന്ന് ബിൽഡ് ചെയ്തത്. ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റൈൽ നോക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ടാകും. ബിക്കോസ് വൺ ഡേ ഒന്ന് നടക്കാൻ വേണ്ടിയും പിന്നെ അനദർ വേ ഒന്ന് കാർ പോകാൻ വേണ്ടിയും ഉണ്ട്. ഇത് അപ്പോഴേ 1941 അവർക്ക് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ സർപ്രൈസായുണ്ട്. പിന്നെ ഇപ്പോൾ ഭാരതപ്പുഴയിൽ വെള്ളമൊന്നുമില്ല, പക്ഷേ നാക്കാൻ ചന്തയുണ്ട്. ഇത് വന്ന് ഇപ്പോൾ വന്ന് ഒരു ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറയാം. കുറേ സിനിമകളിലൊക്കെ ഈ ബ്രിഡ്ജൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് കുറേ സീൻസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വരുന്ന ആശ്രയിച്ച് വളരെ സിമ്പിളാണ്. നമ്മളുടെ പാലക്കാട്ടിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു 8 കിലോമീറ്റേഴ്സ് നിങ്ങൾ വന്ന് ബ്രിട്ടീഷ് ബ്രിഡ്ജിന് ഇട്ടാൽ മതി. ഇവിടെ ലൊക്കേഷൻ കാണിക്കും, ഇവിടെ വരാം. പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾ വരുന്ന സമയം നോക്കുമ്പോൾ ഏർലി മോർണിംഗേ വരാം, ഇല്ലെങ്കിൽ ഈവനിങ് ടൈം വന്നാൽ നിങ്ങൾ സൂപ്പറായിട്ട് ഇവിടെ സൺസെറ്റ് നോക്കാൻ പറ്റും. സൂപ്പറായ വ്യൂ ഇവിടെ ഉണ്ട്. സോ ഫോട്ടോഷൂട്ടിനും ഈ പ്ലേസ് ഒരു സൂപ്പറായ പ്ലേസാണ്. ജീവിതത്തിൽ നിങ്ങൾ ഈ ബ്രിഡ്ജ് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യണം. ബിക്കോസ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അവർ പ്ലാൻ ചെയ്ത വിധങ്ങളൊക്കെ കാണാൻ സൂപ്പറായിട്ട്. ഞാൻ ഈ ബ്രിഡ്ജ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. അതിനുള്ളിൽ നിങ്ങൾ പോയി നല്ലൊരു അടിപൊളി പാട്ട് കണ്ടിട്ട് വരും. രാവിലെ ഇരുന്ന് വളരെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ടയർഡായി റൂമിലേക്ക് വന്നപ്പോൾ എന്താ കഴിക്കാമെന്ന് പ്ലാൻ വെച്ചപ്പോൾ നമ്മളുടെ കാസ ലൂസിയോയിൽ മോർണിംഗ് ഡാമിൽ പിടിച്ച മീനിനെ നമ്മളെന്ത് ഗ്രിൽ ചെയ്താൽ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് കാസ ലൂസിയോയിൽ ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ഗ്രിൽ ഫിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ എക്സ്ക്ലൂസീവ് വരാൻ പോകുന്നുണ്ട്. വരും.
നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ ഫിഷ് വന്ന് സന്ദീപ് ചിന്നറായിട്ടാണ് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 8 വർഷം ആയി. 8 വർഷമായി. 8 years കുക്കിംഗ്. സോ ഐ എം ഈഗർലി വെയിറ്റിംഗ് ബിക്കോസ് നിങ്ങൾക്ക് അറിയാം മേക്കിംഗ് കാണുമ്പോൾ തന്നെ സൂപ്പറുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ റെഡിയായി തോന്നുന്നില്ലേ? ഇത് ഓൾമോസ്റ്റ് കുക്കായതാണ്. നമ്മൾ ഇതെടുക്കുകയാണ്. ഓക്കെ, യെസ്, നല്ല മണം വരുന്നുണ്ട്. ഇതാ സൂപ്പർ കുക്ക്ഡ്. മനസ്സിലേ നെക്സ്റ്റ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ നമ്മുടെ സന്ദീപ് ഏട്ടൻ നമുക്ക് വേണ്ടി ഫിഷ് ഗ്രിൽ ചെയ്ത് തന്നു. ശരിക്കും പറഞ്ഞാൽ കുക്കല്ല, അവരുടെ ഹോബിയാണ്, പക്ഷേ നമുക്ക് വേണ്ടി ചെയ്ത് തന്നതാണ്. അപ്പോൾ ഞാൻ ഇത് പോയി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കാശാൽ യൂസ് ചെയ്താൽ സൂപ്പറായിട്ടുണ്ട്. നിങ്ങളിവിടെ വന്ന് സ്റ്റേ ചെയ്യാം. ഇതുപോലെ ഗ്രില്ലൊക്കെ നിങ്ങൾ കഴിക്കാൻ പറ്റും അല്ലേ ഏട്ടാ? നിങ്ങളപ്പോൾ എല്ലാവർക്കും ചെയ്തു തരുമല്ലോ. ചെയ്തു തരും. ഓക്കെ, അപ്പോൾ വീണ്ടും സൂപ്പറായി ഇതേപോലെ എപ്പിസോഡിൽ നിന്ന് കാണാൻ വരാം. അഡ്വാൻസ് ബൈ ഫ്രം രാകേഷ്. ഇത് സോളോ സീസൺ 2 പാലക്കാട് സീരീസ്. സോളോ സീസൺ 2 ഈ പാലക്കാട് സീരീസിൽ നമ്മൾ പാലക്കാടിലിരിക്കുന്ന ബ്യൂട്ടിഫുൾ പ്ലേസസ് ഒക്കെ പോയി നമ്മൾക്ക് ഇറങ്ങി നോക്കി. അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് എക്സ്ക്ലൂസീവായി നമ്മൾ കണ്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സ്പെഷ്യലായി കുറേ സ്ഥലങ്ങൾ ഞാൻ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ മൂവി ഷൂട്ടിംഗ് സ്പോട്ടൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ആ സ്പോട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ സ്ട്രേറ്റ് ആയി കണ്ടപ്പോൾ അതും സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപ്പത്തെ ഓർമ്മയൊക്കെ വരുന്ന പോലെ ഞാൻ ഫെസ്റ്റിവൽ വൈബ്സിന് ഫെസ്റ്റിവൽ മൂഡിലൊക്കെ ഇറങ്ങിപ്പോയി, അതും കണ്ടു കഴിഞ്ഞു. സോ ഇതുപോലെ ഞാൻ മാത്രം എൻജോയ് ചെയ്തില്ല, നിങ്ങൾക്കും ആ എൻജോയ് ചെയ്യാൻ ഫീൽ ഞാൻ തന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ ഇത് എല്ലാം വന്ന് ഈ സമ്മർ സീസണിൽ കണ്ടതാണ്. ഇത് മോൺസൂൺ സീസണിൽ വേറെ പോലെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ എക്സ്ക്ലൂസീവായി കാണിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം കാണുന്ന മുമ്പിൽ ഇപ്പം ഞാൻ ഈ എപ്പിസോഡിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായും നിങ്ങൾ സൂപ്പറായ ഒരു എപ്പിസോഡിൽ വന്ന് ഞാൻ കാണാൻ വരാം. ആൻറ്റിൽ ദെൻ ബൈ ഫ്രം രാകേഷ്. ഇത് സോളോ സീസൺ 2 പാലക്കാട് സീരീസ്. സോളോ സീസൺ 2 നമ്മൾ കാണാൻ പോകുന്ന ഈ സ്ഥലം നമ്മളുടെ ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിലിരിക്കുന്ന അതിരപ്പള്ളിയാണ്. ഈ ബാക്ക് ഡ്രോപ്പ് കാണുമ്പോൾ തന്നെ അറിയും, കുറേ സിനിമകളിൽ നിങ്ങളിത് കണ്ടിരിക്കും. സോ ഞാനിപ്പോൾ ഇരിക്കുന്നത് മലക്കപ്പാറയാണ്. ഷോറായി നിങ്ങളിവിടെ വന്നാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം.